കുറച്ച് ദിവസമായിട്ട് നമ്മുടെ കൂടെ പുതിയൊരാൾ കൂടിയിട്ടുണ്ട്. സാഹചര്യങ്ങൾ അത്ര അനുകൂലമല്ലാത്ത കാരണം കൊണ്ട് നിങ്ങളോട് ഷെയർ ചെയ്യാൻ പറ്റിയിട്ടില്ല. അപ്പോൾ ഇനിയിപ്പോൾ ഷോ മസ്റ്റ് ഗോ ഓൺ എന്നല്ലേ നമ്മൾ പറയുക. അത് കാരണം കൊണ്ട് നമുക്ക് നമ്മുടെ സാഹചര്യങ്ങളുമായിട്ട് മുന്നോട്ട് പോകാമെന്ന് വിചാരിച്ചു. എല്ലാവരും സുഖമായിട്ടിരിക്കണമെന്നും സേഫ് ആയിട്ടിരിക്കണമെന്നും വിശ്വസിക്കുന്നു. ശ്രീയാണ് കേട്ടോ. ഹലോ, എല്ലാവർക്കും നമസ്കാരം. എല്ലാവരും സുഖമായിട്ടിരിക്കണമെന്ന് വിശ്വസിക്കുന്നു. ശ്രീയാണ് കേട്ടോ. ഇന്ന് നമ്മൾ വേറൊരു സെറ്റപ്പിലാണ്. കാര്യം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമല്ലോ, ബാക്കിൽ നിറയെ വണ്ടികൾ കിടക്കുന്നുണ്ട്. അപ്പോൾ കഴിഞ്ഞ ദിവസം ഞാൻ വീഡിയോയിൽ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നില്ലേ നമ്മൾ കറക്റ്റായ ഷോറൂമിലേക്ക് വന്ന കാര്യം. അപ്പോൾ നമ്മൾ അവിടെ നിന്നൊരു വണ്ടി എടുക്കാൻ പോവാണ്. ഹ്യുണ്ടായിയുടെ ഒരു വണ്ടി എടുക്കാൻ പോവാണ് കേട്ടോ. അപ്പോൾ ഭാഗ്യനുണ്ട്. ചേച്ചിയുടെ ഹായ് പറഞ്ഞോ. ചേച്ചിയുടെ പുതിയ മുഖമായിരിക്കും. ബിന്ദു എന്നാണ് ചേച്ചിയുടെ പേര് കേട്ടോ. അപ്പോൾ ചേച്ചി അതെ, നല്ല വണ്ടികളെ കുറിച്ച് ബിന്ദു ചേച്ചി അപ്ഡേറ്റ് ചെയ്ത് തരുന്നു. ബിന്ദേച്ചിൻ്റെ പിന്നെ ഏട്ടായി എല്ലാവരും ഉണ്ട് കേട്ടോ. ഞങ്ങളെല്ലാവരും ഉണ്ട്. അമ്മയുണ്ട്, ശ്രീകുട്ടൻ്റെ അമ്മയുടെ വീഡിയോ പിടിച്ചുകൊണ്ടിരിക്കുകയാണ്. അതെ, കാണണം. അതെ, അമ്മൂടെ. അതെ, ഞാൻ ഡാൻസ് ക്ലാസ്സിൽ നിന്ന് വന്നിട്ടിരിക്കുകയാണ് കേട്ടോ. ഒരു സൈഡ് പോലെ നിൽക്കാൻ പറ്റാത്ത അവസ്ഥയിലാണ്. അതാണ് ഒരു എനർജി ഇല്ലാത്തത്. പക്ഷെ ഭയങ്കര സന്തോഷമുണ്ട് മനസ്സിൻ്റെ ഉള്ളിൽ നിന്ന് തന്നെ. പുതിയ പഴയ ഞങ്ങളുടെ പോളോ കൂട്ടനെ ഞങ്ങൾ കുറച്ച് ദിവസം മുന്നേ കൊടുത്തു. എത്ര വർഷത്തേട്ടാ? 8 വർഷം ഞങ്ങളുടെ കൂടെ തട്ടും മുട്ടൊന്നും കൂടാതെ ഞങ്ങളെ കൊണ്ട് നടന്ന ഒരാളാണ് പോളോ കൂട്ടൻ. വളരെ സങ്കടത്തോടു കൂടെ ഞങ്ങൾ അവനെ പറഞ്ഞു വിട്ടു. പക്ഷെ ഞങ്ങൾ പുതിയൊരു കൂട്ടുകാരനെ കൂടെ കൂട്ടിയിട്ടുണ്ട്. ആളെ ഇന്ന് നമുക്ക് കയ്യിൽ കിട്ടും. അപ്പോൾ ആളെടുക്കാൻ വേണ്ടി വന്നിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഞാൻ വണ്ടീനെ കുറിച്ചുള്ള ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ വഴിയെ പറഞ്ഞു തരാം. വെയിറ്റ് ചെയ്യട്ടെ, കുറച്ച് പ്രൊസീജിയർ കൂടി ഉണ്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. നമുക്ക് കാണാം കേട്ടോ, വണ്ടിയായിട്ട് കാണാം. കുറച്ച് ദിവസമായി ബുക്ക് ചെയ്തിട്ടൊക്കെ കുറച്ച് ദിവസമായി. അതിൻ്റെ പേപ്പർ വർക്കുകളും മറ്റു കാര്യങ്ങളൊക്കെ ശരിയായി. ഇന്നാണ് നമുക്ക് കിട്ടുന്നത്. ഇന്ന് ജൂലൈ 26 അല്ലേ? 26 ജൂലൈ 26 വെള്ളിയാഴ്ച. ഇന്നാണ് നമ്മൾ വണ്ടി എടുക്കുന്നത്. ഇപ്പോൾ സമയം 3:30 ജൂലൈയിലാണ് കല്യാണം. ജൂലൈയിലാണ് പുതിയ കട തുടങ്ങിയത്. ജൂലൈയിലാണ് പുതിയ കാറ് വാങ്ങിച്ചത്. ജൂലൈയിലാണ് ശ്രീയുടെ പിറന്നാൾ. കുറേ ഇതുകളുണ്ട്. ജൂലൈ 3:30 സമയം പറഞ്ഞിട്ടുള്ളത്. നമ്മൾ നേരത്തെ എത്തി. 3:30 മുമ്പ് ശരിയാവും. അത്രേ ഉള്ളൂ. ഞാനൊന്നും അറിഞ്ഞിട്ടില്ല കേട്ടോ. വണ്ടി ഇന്നാള് ഒരു ഇതില് മക്കളിങ്ങനെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. വെറുതെ അന്ന് ടൈലെടുക്കാൻ പോണ വഴിക്ക് ഇവിടെ കയറിയതാന്നൊക്കെ പറഞ്ഞു. പിന്നെ അറിയില്ലായിരുന്നു വണ്ടി മേടിക്കാൻ പോകും. പിന്നെ പോള പോയിട്ടാ. അതെനിക്ക് കുറേ നാളുമ്പോൾ അതിനെയും കൊണ്ട് നടന്നതല്ലേ. അപ്പൊ ഞാൻ എൻ്റെ മോനോട് ചോദിച്ചു, അത് കൊണ്ടുവന്ന് കൊടുത്തപ്പോ എവിടെയെങ്കിലും ഒരു വിഷമം തോന്നിയ മോനെ. അപ്പൊ അല്ല, അതിങ്ങനെ വേറൊരാൾ കൊണ്ടൊന്ന് ഓടിച്ച് അങ്ങനെ ഇങ്ങോട്ട് പോണ് കണ്ടപ്പോ ഒരു ചെറിയൊരു ഇത് ഉണ്ടായി അമ്മ. എന്നാലും നമ്മള് വേറെ മേടിക്കില്ലേ, ആ ഒരു ഇതുണ്ടായിരുന്നു. പിന്നെ നമുക്ക് പറ്റാത്തതാവുമ്പോ നമ്മൾ കൊടുക്കണ്ടേ എന്നും പറഞ്ഞു. ഇപ്പൊ നല്ല സന്തോഷത്തിലാണ്. വീട് പണിയും കാര്യങ്ങളൊക്കെ ഇങ്ങനെ വലിയ കുഴപ്പമില്ലാതെ നടന്നുകൊണ്ട്. അപ്പൊ ഇത്രയും പിന്നെ ഉണ്ട്. അതമ്മക്ക് മാത്രമല്ലോ കേട്ടാ. അമ്മ ഓവറായിട്ട് ഭയങ്കര ടെൻഷൻ അടിക്കുന്നതാണ്. അതന്നെ, നല്ല ഉറക്കൊക്കെ എടുക്കേണ്ട താമസമുള്ളൂ അല്ലേ കേട്ടാ. ഉറക്കില്ലാതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് ബുക്കോട് പോകുള്ളൊക്കെ കേൾക്കാള്. ഏട്ടാ അപ്ഡേഷൻസ് ആണ്. വീട് പണി, ഞങ്ങളുടെ വീട് പണി എന്താ ചേട്ടാ? നമ്മൾ ഓണത്തിന് കയറൂ. ഓണത്തിന് വിചാരിക്കാം. ഞങ്ങള് പറഞ്ഞിരുന്നു പെട്ടെന്ന് ഈ പെയിന്റിങ്ങും കൂടി ഉള്ളത്. അവരിപ്പോ ചോദിക്കാൻ എന്നും ചോദിക്കും, ചേച്ചിയുടെ വീട് എന്താ കാണിക്കാത്ത ശ്രീന്ന്. ഞാനേ നമുക്ക് വീടിന്റെ ഡോർ എടുക്കാൻ പോണം. അപ്പൊ ഞാൻ വീട് വേണ്ട. അപ്പൊ ഞാൻ വീട് നിങ്ങൾക്ക് കാണിച്ചു തരാട്ടാ. വീട് കാണിച്ചു തന്നിട്ട് നിങ്ങളെ ഡോർ എടുക്കാനായിട്ടുള്ള സ്ഥലത്തേക്ക് കൊണ്ടുപോകുള്ളൂ. ഞാൻ അന്ന് കണ്ടതാട്ട വീട്. വീട് കുറേ മാറി. ഇടയ്ക്കിടയ്ക്ക് ഏട്ടായി ഓരോ പിക്ചർ ഇടുമ്പോഴും എനിക്ക് തുറക്കാൻ ഒരു മടിയാ. എനിക്ക് ആ എക്സൈറ്റ്മെന്റ് എന്റെ വാക്കുകളിലൂടെ അവരറിയിക്കണമെന്ന് ഭയങ്കര ആഗ്രഹം. അത് ഞാൻ തുറക്കൽ കുറവാ. ഇന്നലെ ഏട്ടായി പിന്നെ എന്നും അപ്ഡേറ്റ് ചെയ്തോണ്ടിരിക്കും. ചേച്ചി അറിഞ്ഞിട്ടുണ്ടായില്ലേ അല്ലേ? കുഞ്ഞല്ലേ ഏട്ടാ? കുഞ്ഞൻ സ്കൂളിൽ പോയിരിക്കുകയാണ്. അച്ഛൻ പാവം അവിടെ ചോറുണ്ടാൻ വേണ്ടി വന്നിരുന്നതാ. ഡ്രസ്സ് തരം പുതിയത് മേടിച്ചു കൊടുത്തിട്ടാണ് അച്ഛനെ കൊണ്ടുവന്നത്. കഴിഞ്ഞ 27-ാം കൂടിയിട്ടാണ് കേട്ടോ നമ്മൾ വണ്ടി എടുത്തിട്ടുണ്ടായിരുന്നത്. പിന്നെ ഞാൻ നമ്മുടെ സാഹചര്യങ്ങളൊന്നും ഈ പറഞ്ഞ പോലെ തന്നെ അനുകൂലമല്ലാത്ത കാരണം കൊണ്ട് ഞാൻ ഷെയർ ചെയ്തില്ല എന്നേ ഉള്ളൂ. അപ്പോൾ എല്ലാവരും പറഞ്ഞൊരു സജഷൻ്റെ പേരിൽ തന്നെയാണ് നമ്മൾ ഈ ഒരു കാർ എടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ കേക്ക് മുറിയോട് കൂടി നമുക്ക് പരിപാടികൾ ആരംഭിക്കാം.
തൃശ്ശൂർ കുട്ടനാട്ടിലൂടെ അടുത്തുള്ള ഹ്യുണ്ടായി ഷോപ്പിൽ നിന്നാണ് നമ്മൾ എടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഭാഗ്യൻ്റെ ആഗ്രഹം എന്നൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ ഫോർച്യൂണറൊക്കെ എടുക്കണം എന്നായിരുന്നു. പിന്നെ മൈലേജൊക്കെ കുറവാന്ന് പറഞ്ഞ കാരണം കൊണ്ടാണ് നമ്മൾ ക്രെറ്റയിലേക്ക് മാറിയത്. ക്രെറ്റയ്ക്ക് എങ്ങനെയാണ് മൈലേജ് എന്ന് കാര്യങ്ങളൊന്നും അറിയില്ല. ഇത് ഉപയോഗിക്കുന്നവരുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യൂ കേട്ടോ, എങ്ങനെയുണ്ട് ഉപയോഗിച്ചിട്ട് നിങ്ങളുടെ എക്സ്പീരിയൻസും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ കേക്കൊക്കെ മുറിച്ചു, അവർ നമുക്ക് കേക്കൊക്കെ അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. കേക്കൊക്കെ മുറിച്ച് നമ്മൾ എല്ലാവർക്കും കൊടുത്തു. നല്ല സ്റ്റാഫും അതുപോലെ തന്നെ അടിപൊളി ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ ഷോറൂമിൽ ചെന്നപ്പോൾ ഉണ്ടായിരുന്നത്. നമ്മുടെ ചാനൽ തുടങ്ങിയപ്പോൾ നമ്മൾ ആദ്യമായിട്ടാണ് ഒരു വണ്ടി ഡെലിവറി ചെയ്യുന്നൊരു വീഡിയോ എടുക്കുന്നത്. നമുക്ക് ചാനൽ തുടങ്ങുന്നേക്കാളും മുന്നാണ് നമ്മുടെ കയ്യിൽ പോളോ ഉണ്ടായിരുന്നത്. പോളോ നമ്മൾ കൊടുത്തു കേട്ടോ. ഇതാണ് അനുരാഗ് കേട്ടോ, ഇത് ഞങ്ങളുടെ അയൽവാസിയാണ്. അയൽവാസി കം ഭാഗ്യൻ്റെ ഫ്രണ്ടാണ്. അപ്പോൾ ഇവിടെ രമേശ് ചേട്ടൻ അറിയില്ലേ, നമ്മുടെ വീട്ടിൽ വരുന്ന രമേശ് ചേട്ടൻ്റെ മകനാണ് കേട്ടോ അനു. ഇനി അത് കഴിഞ്ഞിട്ട് ഒരു ബെല്ലടി ചടങ്ങുണ്ട് അത്ര. ബെല്ലടി ചടങ്ങോട് കൂടിയിട്ടാണ് വണ്ടി ഡെലിവറി ചെയ്യുന്ന ആ ഒരു പൊസിഷനിലേക്ക് നമ്മൾ എത്തേണ്ടത്. മഴയൊക്കെ മാറി നിൽക്കുന്ന ഒരു സമയമായിരുന്നു കേട്ടോ. നല്ല വെയിലുള്ള ഒരു ദിവസമായിരുന്നു. അത് കഴിഞ്ഞ് 2-3 ദിവസം കഴിഞ്ഞപ്പോഴാണ് മഴയുടെ കെടുതികളൊക്കെ വന്നത്. എൻ്റെ കൂടെ കമ്മ്യൂണിറ്റി ചെയ്തിരിക്കുന്ന ആൾ നമ്മുടെ ബിന്ദേജിയാണ് കേട്ടോ. ബിന്ദേജിയാണ് എല്ലാ കാര്യങ്ങളും ഭാഗ്യന് പറഞ്ഞു കൊടുത്ത് അതിൻ്റെ എൻ്റെ ടെക്നിക്കൽ വശങ്ങളൊക്കെ ഭാഗ്യനെ പഠിപ്പിച്ച ആൾ. അപ്പോൾ വണ്ടി ഇതാ ഇവിടെ ഇങ്ങനെ പട്ട് പുതപ്പിച്ചിട്ടിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി പതുക്കെ ഇത് തുറക്കുന്ന ചടങ്ങിലേക്കാണ് കേട്ടോ നമ്മൾ പോകുന്നത്. കുഞ്ഞുണ്ടായില്ലേ നമ്മുടെ കൂടെ, കുഞ്ഞിന് ക്ലാസ് ഉണ്ടായിരുന്നു. അപ്പോൾ ന്യൂ കാർ ഡെലിവറി ഏരിയ, അപ്പോൾ ഇവിടെ വെച്ചിട്ടാണ് നമ്മൾ ഇനി ഇതിൻ്റെ അനാവരണം നടത്താൻ പോകുന്നത്. പിന്നെ സത്യം പറയാലോ, എനിക്ക് വണ്ടീനെ കുറിച്ച് ഒന്നും അറിയില്ലടാ. വണ്ടി ഞാൻ 2017-18 ഒരു ലൈസൻസ് എടുത്ത് വെച്ചു എന്നല്ലാതെ ഇത് ഓടിപ്പിക്കാനോ. ഒന്നാമത്തേൽ ഭാഗ്യം സമ്മതിക്കില്ല, ഭാഗ്യന് ഭയങ്കര പേടിയാണ്. എങ്ങോട്ട് പോകണമെന്ന് പറഞ്ഞാൽ ഇനിയിപ്പോൾ ഇതിൻ്റെ പേരിൽ നമുക്ക് എന്താ പറയുക, ചന്ദ്രനെ പോകണമെന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ആൾ കൊണ്ടുപോകായിരിക്കും, ശ്രമിക്കുമായിരിക്കും. ഒരു പറച്ചിൽ നമുക്ക് അങ്ങനെ പറയാലോ. പക്ഷേ ഇത് ഓടിപ്പിക്കാൻ സമ്മതിക്കുമെന്ന് എനിക്കറിയില്ല. ഓട്ടോമാറ്റിക്കാണ്, പ്രത്യേകിച്ച് പരിപാടിയൊന്നുമില്ല. ക്ലച്ച് ഇല്ലാത്ത കാരണം വലിച്ച് പറിച്ചടക്കേണ്ട ചടങ്ങുകളൊന്നുമില്ല. എന്നാലും ഇനി എന്തെങ്കിലും പതുക്കെ വണ്ടിയൊക്കെ ഓടിപ്പിച്ച് ഒന്ന് മൂവ് ചെയ്ത് തുടങ്ങണം എന്നാണ് ആഗ്രഹം. അപ്പോൾ നമുക്ക് ചാവി കിട്ടി, പിന്നെ വലിയൊരു കീ കിട്ടി. ഇത്രയും സാധനങ്ങളൊക്കെ ബന്ധിച്ച് നമുക്ക് കൈമാറിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇത് എന്താ പറയുക, ഒരു സ്വപ്ന നിമിഷം എന്നൊക്കെ പറയില്ലേ നമ്മൾ, അതാണ്. കുറേ നാളത്തെ ആഗ്രഹമായിരുന്നു ഭാഗ്യന് വണ്ടി ഒന്ന് മാറണം എന്നുള്ളത്. ആക്ച്വലി പോളോയിൽ കുറച്ച് കംപ്ലൈൻറ്റും കാര്യങ്ങളൊക്കെ ആയിട്ട്, അപ്പോൾ അങ്ങനെ അത് നമ്മൾ ഉന്തിത്തള്ളി കൊണ്ടുപോകായിരുന്നു. അങ്ങനെ ഫൈനലി നമുക്ക് ഒരു പുതിയ വണ്ടി, ഒരു സ്വപ്നമല്ലേ വീട് വണ്ടി എന്നൊക്കെ പറയുന്നത്, നമ്മുടെ ഒരു സ്വപ്നവും ഒരുപാട് നാളത്തെ അധ്വാനവും ഒക്കെ അല്ലേ. അപ്പോൾ അതിലേക്ക് എത്തിച്ചേർന്നപ്പോഴുള്ള സന്തോഷം നമ്മുടെ എല്ലാവരുടെയും മുഖത്ത് കാണും. അപ്പോൾ ഭാഗ്യൻ്റെ ആ വണ്ടിയിലോട്ട് വലത് കാല് വെച്ച് കയറുകയാണ്. ഇനി ഇതിൻ്റെ ഉള്ളിൽ തലത്തുകൊളുത്ത് പരിപാടികളൊക്കെ പഠിക്കണം. ആക്ച്വലി നമ്മൾ ഈ ഭാഗ്യം പറയുന്നത് 10-20 കൊല്ലമായിട്ട് ഗിയറുള്ള വണ്ടി ഓടിപ്പിച്ചുകൊണ്ടിരുന്നിട്ടേ ക്ലച്ചിമ ചവിട്ടലും അതുപോലെ തന്നെ ബാക്കിയുള്ള പരിപാടികളൊക്കെ ആകുമ്പോൾ ഇതൊന്ന് കൈവഴക്കം വരണമെങ്കിൽ കുറച്ച് സമയം എടുക്കുമെന്ന് പറഞ്ഞു. അപ്പോൾ അവിടുത്തെ ഒരു സ്റ്റാഫ് എല്ലാ കാര്യങ്ങളും പറഞ്ഞു തരുന്നുണ്ട് കേട്ടോ. പിന്നെ അത് അഡാസൊക്കെ ഉണ്ട് അത്രേ. അതായത് ഇപ്പോൾ ഒരു വണ്ടി നമ്മൾ ഇടിക്കാൻ പോകുമ്പോൾ തന്നെ സ്റ്റോപ്പ് ആവുക, അങ്ങനെ എന്തൊക്കെയോ സംഭവങ്ങൾ. എനിക്കിതിനെ കുറിച്ചൊന്നും അറിയില്ല കേട്ടോ. ഞാൻ പറഞ്ഞു കോളാക്കണമില്ല. പിന്നെ ക്യാമറ എന്നുള്ള വണ്ടി നമ്മൾ ഇതുവരെ ഓടിപ്പിച്ചിട്ടില്ല. അത് കാരണം കൊണ്ട് ക്യാമറയൊക്കെ ഉണ്ട്, കണ്ടുകൊണ്ടിരിക്കുക. നമുക്ക് വണ്ടിയുടെ 4 വശത്തും മുട്ടുണ്ടോ തട്ടുണ്ടോ അങ്ങനെയുള്ള പരിപാടികളൊക്കെ വണ്ടി ഓടിപ്പിക്കുന്നവർക്കൊക്കെ ഭയങ്കര ക്രേസ് ആയിട്ടുണ്ടാവും കേട്ടോ. ഇവൻ നമ്മുടെ ശ്രീകുട്ടൻ്റെ പോലും ക്യാമറ ഫ്രണ്ട് ബാക്ക് AI ക്യാമറകളൊക്കെ ഉണ്ട്, അതൊക്കെ ഓണാക്കലൊക്കെ ഭയങ്കര ക്രേസ് ആയിട്ട് തോന്നി. അവൻ അതൊക്കെ കേട്ടിരിക്കുന്നുണ്ടായിരുന്നു. എനിക്കൊരു മണ്ണാങ്കട്ടി മനസ്സിലായില്ല. അപ്പോൾ അത് ശ്രീകുട്ടനാണ് ഒരുവിധം കാര്യങ്ങളൊക്കെ ഭാഗ്യന് പഠിപ്പിച്ചു കൊടുക്കുന്നത് കേട്ടോ. ഇനി അവർ പറഞ്ഞിരിക്കുന്നത് ഒരു ദിവസം ഫുള്ളായിട്ട് നമ്മൾ അങ്ങോട്ട് ചെന്നിട്ടുണ്ടെങ്കിൽ എങ്ങനെയാണ് അഡാസൊക്കെ ഓപ്പൺ ആക്കി ഇടുക, ബ്ലൂ ലിങ്ക് ഒക്കെ ഉണ്ട് അത്ര, അതൊക്കെ എങ്ങനെയാണ് ഓപ്പൺ ആക്കി ഇടുക എന്നുള്ള കാര്യങ്ങളൊക്കെ അവർ പറഞ്ഞു കൊടുക്കാമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അത്യാവശ്യം നമ്മൾ സ്പേഷ്യസ് ആയൊരു വണ്ടിയാണ്. നമ്മൾ 8 ആൾക്ക് ഇരിക്കാൻ പറ്റില്ല, 5-6 ആൾക്കൊക്കെ ഇരിക്കാം എന്നാണ് പറയുന്നത്. നമുക്ക് എന്നും കൊണ്ട് നടക്കേണ്ട വണ്ടിയായ കാരണം കൊണ്ടും പാർക്കിങ്ങിൻ്റെ ഒരു ബുദ്ധിമുട്ട് വരുന്ന കാരണം കൊണ്ട് ഒത്തിരി വണ്ടി നമ്മൾ വലിയ വണ്ടി എടുത്തില്ല ഭാഗ്യം കേട്ടോ. അപ്പോൾ എന്നോട് കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി തരുന്നുണ്ട്. ചേച്ചി എന്നോട് പറയണം ഒരു കുഞ്ഞേ വണ്ടി എടുക്കും ശ്രീ, ഓട്ടോമാറ്റിക് ആയിട്ടുള്ളത്, അപ്പോൾ ഇവരെയൊന്നും ആശ്രയിക്കേണ്ടെന്നൊക്കെ പറയുന്നുണ്ട്. നമ്മുടെ അവസ്ഥ നമുക്കല്ലേ അറിയുള്ളൂ. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ബ്ലൂടൂത്ത് എങ്ങനെയാണ് കണക്ട് ചെയ്യാമെന്നും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആൾ പറഞ്ഞു കൊടുത്തു കേട്ടോ. അപ്പം ഞാൻ കുറച്ച് നേരം കയറിയിരുന്ന് അതിൻ്റെ ഉള്ളിലത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ എന്താ പറയുക പഠിച്ചു. നമ്മുടെ പോളോയിൽ പാട്ട് വയ്ക്കാൻ പോലും പറ്റില്ലായിരുന്നു അവസാനം നമ്മൾ കൊടുക്കേണ്ട സമയമാകുമ്പോഴേക്കും. പിന്നെ അതൊക്കെ ശരിയാക്കിയിട്ടൊക്കെയാണ് തോന്നുന്നു കൊടുത്തത് കേട്ടോ. ഭയങ്കര അട്രാക്റ്റീവായിട്ട് തോന്നിയ കാര്യം അതിന് റൂഫുണ്ട്, സൺ റൂഫുണ്ട്. അപ്പോൾ നമുക്കിനി വണ്ടി പതുക്കെ മുന്നോട്ടെടുക്കാം അല്ലേ.
അപ്പോൾ ഇനിയുള്ള മുന്നോട്ട് പോക്കുകൾ ഇവൻ്റെ ഒപ്പം ആയിരിക്കും. അത് കാരണം കൊണ്ട് ദൈവത്തെ വിളിച്ച് നമ്മൾ വണ്ടി മുന്നോട്ട് എടുക്കുന്നു. അച്ഛനോടും അമ്മോടൊന്നും പറയാത്ത കാരണം എല്ലാവരും മുഖത്ത് ഭയങ്കര സന്തോഷമായിരുന്നു കേട്ടോ. എനിക്കും വലിയ കാര്യമായിട്ടൊന്നും അറിയണ്ടായിരുന്നില്ല. പിന്നെ പഴയ വണ്ടി കൊടുത്തപ്പോൾ പുതിയ വണ്ടി എടുക്കും എന്നൊരു സൂചന എനിക്ക് ഉണ്ടായിരുന്നു. കാരണം വണ്ടി ഉണ്ടായിട്ട് നമുക്ക് ഇല്ലാണ്ടാകുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാണ് ചില കാര്യങ്ങൾക്ക്. നമുക്ക് ഇവിടെ നിന്ന് വണ്ടി ഉണ്ടെങ്കിൽ മാത്രമാണ്, നമ്മുടെ കൊച്ചു ഗ്രാമമായ കാരണം എപ്പോഴും ബസ് സർവീസുകളോ അല്ലെങ്കിൽ അതൊന്നും ഇല്ല. അപ്പോൾ നമുക്ക് വീട്ടിൽ ഒരു വണ്ടി വേണം, എന്നാൽ മാത്രമാണ് നമ്മുടെ യാത്ര സുഖകരമാവുള്ളൂ. ഇവിടുന്ന് ഒരു 10-24 കിലോമീറ്റർ ഉണ്ട് നമുക്ക് നമ്മുടെ ടൗണിലൊക്കെ എത്താൻ വേണ്ടിയിട്ട്. അപ്പോൾ എപ്പോഴും ബസ്സിനെ നമ്പിയിരിക്കൽ എന്താ പറയുക, ഒരു ഇതായിട്ടുള്ള കാര്യമല്ല. അപ്പോൾ നമ്മളൊരു നമ്പറിന് എഴുതി കൊടുത്തിട്ടുണ്ടായിരുന്നു. ആ നമ്പർ കിട്ടുമ്പോൾ അത് അവിടെ ഒട്ടിച്ച് വെക്കാന്ന് പറഞ്ഞിട്ടുണ്ട് ബിന്ദേച്ചി. ഇപ്പം നമ്മൾ അവരുടെ രജിസ്റ്റർ നമ്പർ മാത്രമേ ഉള്ളൂ കേട്ടോ. അങ്ങനെ നമ്മൾ ഇതാ വണ്ടിയൊക്കെ ആയി പോണു. ഭാഗ്യം ഞാനുമായിട്ടൊരു ബന്ധമില്ലേ കേസ്, അതിനുള്ളിൽ വലിയൊരു സെപ്പറേഷനാ. ഇങ്ങനത്തെ വീഡിയോസൊക്കെ ഇടുമ്പോൾ എല്ലാവരും പറയാറുണ്ട് ശ്രീക്ക് ഭയങ്കര ഓവർ എക്സൈറ്റ്മെൻ്റ് ആണെന്ന്. നമുക്ക് എല്ലാവർക്കും ഉണ്ടാവില്ലേ ഓവർ എക്സൈറ്റ്മെൻറ്റ്. ഞാൻ പിന്നെ ഭയങ്കര എക്സ്പ്രസീവ് ആയിട്ടുള്ള ഒരാളാണ് കേട്ടോ. ഞാൻ എല്ലാം എക്സ്പ്രസ് ചെയ്യും. എൻ്റെ സന്തോഷമായാലും സങ്കടമായാലും എല്ലാം ഞാൻ എക്സ്പ്രസ് ചെയ്യുന്ന ഒരാളാണ്. എനിക്കങ്ങനെ പിടിച്ച് വെച്ച് അങ്ങനെ അഭിനയിച്ചിട്ടൊന്നും എനിക്ക് പറ്റില്ല. അതൊന്നും എനിക്ക് പറ്റില്ല. എനിക്ക് ഞാനാവാൻ മാത്രമാണ് പറ്റുള്ളൂ. ചിലവർക്കത് ഭയങ്കര അഹങ്കാരമായിട്ട് തോന്നാറുണ്ട്, ചിലവർക്കത് ഞാൻ ഭയങ്കര കൊഞ്ചലായിട്ട് തോന്നാറുണ്ട്. പക്ഷെ നമുക്ക് നമ്മളായിട്ടിരിക്കുക എന്നുള്ളത് തന്നെ ഏറ്റവും വലിയ കാര്യമായിട്ട് എനിക്ക് തോന്നാറുണ്ട്. അങ്ങനെ ആവാൻ പറ്റണത് തന്നെ വലിയ കാര്യമായിട്ട് തോന്നാറുണ്ട്. നമ്മുടെ എക്സൈറ്റ്മെൻറ്റുകൾ ചില സമയത്ത് നമുക്ക് അടക്കി വയ്ക്കാൻ പറ്റിയില്ല. അപ്പോൾ അങ്ങനെ ഒരു എക്സൈറ്റ്മെൻറ്റിലൂടെ കടന്നു പോയ നിമിഷമായിരുന്നു കേട്ടോ. അപ്പോൾ ഏട്ടനും ചേച്ചി അച്ഛനും അമ്മയൊക്കെ വണ്ടിയുമ്പോഴാണ് വന്നിട്ടുണ്ടായിരുന്നത്. അമ്മേനെ ഞാൻ അങ്ങനെ തന്നെ വല്ലൂർക്ക് കൊണ്ടുപോകുന്നു കേട്ടോ. അച്ഛനും ചേച്ചി ഏട്ടായും കൂടി മണ്ണമ്പേട്ടയ്ക്ക് പോവുകയാണ് ചെയ്തത്. പിന്നെ ഒരു ദിവസം നമ്മളെല്ലാവരും കൂടി കൂടാമെന്ന് വിചാരിച്ചു. നാളെ വണ്ടി നമുക്ക് വെള്ളിയാഴ്ചയാണ് നമുക്ക് വണ്ടി കിട്ടിയത്. എന്നിട്ട് നമുക്ക് ഞായറാഴ്ചയാണ് അമ്പലത്തിൽ ഇതുള്ളത്, പൂജയുള്ളത്. അപ്പോൾ പൂജയൊക്കെ കഴിഞ്ഞ് അന്ന് വൈകുന്നേരം തന്നെ എവിടെയെങ്കിലുമൊക്കെ പോയിട്ട് ഫുഡ് കഴിക്കാമെന്നുള്ളൊരു പ്ലാനിനാണ് ഇരിക്കണത് കേട്ടോ. പൂജക്കെടുക്കില്ല താനേ വളർന്നൊരു കാട്ടുപൂവാണു ഞാൻ. അടരുവാൻ നിൻ ഹൃദയത്തിൽ നിന്നെനിക്കേതു സ്വർഗം വിളിച്ചു. അമ്മയും ഭാഗ്യനും ഞാനും ശ്രീകുട്ടനും കൂടിയിട്ട് നമ്മുടെ ചെമ്പലങ്ങാട് ശ്രീ ഭഗവതി ക്ഷേത്രത്തിൽ പോവാണ് കേട്ടോ. അവിടെയാണ് നമുക്കിന്ന് വണ്ടി പൂജിക്കാനുള്ളത്. അപ്പം നല്ല മഴയൊക്കെ പെയ്ത് വണ്ടിയിലിടാം ചെരുപ്പ്. അപ്പോൾ ഞാൻ വിചാരിച്ച് അമ്പലത്തിൽ പോയിട്ട് വരാമെന്ന് വിചാരിച്ചു. നമുക്കിവിടെ കർക്കിടക മാസമായ കാരണം കൊണ്ടേ ഞായറാഴ്ചകളിൽ മാത്രമേ പൂജയുള്ളൂ, അല്ലെങ്കിൽ മാസത്തിലൊരിക്കലും പൂജ ഉണ്ടാവുള്ളൂ കേട്ടോ. പതിവ് പോലെ തന്നെ പൂജ നമുക്ക് ചെമ്പലങ്ങാട് ശ്രീ ഭഗവതി ക്ഷേത്രത്തിൽ തന്നെയാണ് ചെയ്യുന്നത്. അങ്ങനെ ഒരുപാട് അമ്പലങ്ങളിലെ പൂജയും കാര്യങ്ങളൊന്നും നമ്മൾ ചെയ്യാറില്ല കേട്ടോ. നമ്മുടെ കുടുംബക്ഷേത്രത്തിൽ പോവും, അവിടെ നിന്ന് പൂജ കഴിക്കും പോരുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഞായറാഴ്ച കർക്കിടക മാസമായ കാരണം കൊണ്ട് തന്നെ പൂജ ഉണ്ടായിരുന്നു. മാത്രമല്ല നമുക്ക് കർക്കിടക കഞ്ഞിയൊക്കെ കിട്ടുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മുടെ കുട്ടപ്പൻ്റെ അവിടെ കിടക്കുന്നുണ്ട്, നല്ല സുന്ദര കുട്ടപ്പനായിട്ട് തന്നെ കിടക്കുന്നുണ്ട്. പിന്നെ അനിയൻ്റെ വണ്ടി ഉണ്ടായിരുന്നു പൂജിക്കാൻ വേണ്ടിയിട്ട്, അത് കേട്ടോ. പൂജയൊക്കെ കഴിഞ്ഞപ്പോഴേ അമ്പലത്തിൽ ചോറൂണ് ഉണ്ടായിരുന്നു. നമ്മുടെ നാട്ടിൽ എങ്ങനെയാ വെച്ചിട്ടുണ്ടെങ്കിൽ അന്നന്ന് ചോറ് കൊടുക്കുന്ന, നമ്മുടെ നാട്ടിൽ ജനിച്ച കുട്ടികളുണ്ടല്ലോ, അല്ലെങ്കിൽ ജനിച്ച് വളർന്നതോ പെൺമക്കളുടെ ആവട്ടെ ആൺകുട്ടികളുടെ ആവട്ടെ എല്ലാവർക്കും കുഞ്ഞുവാവുകളുണ്ടായ നമ്മുടെ അമ്പലത്തിൽ ചോറ് കൊടുക്കും കേട്ടോ. അപ്പോൾ ഇത് ആതിര നമ്മുടെ വീടിൻ്റെ അടുത്തുള്ളൊരു ഒരു സഹോദരിയാണ് കേട്ടോ, നമ്മുടെ ഒരു കൂട്ടുകാരിയാണ്. അപ്പോൾ ഒരു അനിയത്തിക്കുട്ടിയാണ്. അപ്പോൾ ആളുടെ കുഞ്ഞുവാവയ്ക്ക് ഇതേ ചോറ് കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. ആൾ നല്ല ഇൻട്രസ്റ്റോട് കൂടിയിട്ട് കഴിക്കുന്നുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് അനിയൻ്റെ വണ്ടി പൂജിച്ചു. ഇത് പാപ്പൻ
കുട്ടപ്പൻ എന്ന് പറയും നമ്മുടെ ഇവിടെ അച്ഛൻ്റെ അനിയനായിട്ടാ. അപ്പോൾ അച്ഛൻ്റെ അനിയൻ്റെ മോനാണ് സ്വർണ്ണ, നിതിൻ എന്നാണ് പേര് കേട്ടോ. ഞങ്ങൾ ഇന്ന് സ്നേഹത്തോടെ സ്വർണ്ണയെന്ന് വിളിക്കുക ആളെ. അപ്പോൾ സ്വർണ്ണയുടെ വണ്ടി പറഞ്ഞ ആൾ മേടിച്ചിട്ടുണ്ടായിരുന്നു, ഗൾഫിലാണ്. അപ്പോൾ ആൾക്ക് നാട്ടിൽ വരുമ്പോൾ ഒന്ന് കറങ്ങാനൊക്കെ വേണ്ടിയിട്ട് പുള്ളി ഒരു വണ്ടി മേടിച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ പൂജയും ഉണ്ടായിരുന്നു, പിന്നെ നമ്മുടെ കുട്ടപ്പൻ്റെ പൂജയും ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ പൂജയൊക്കെ കഴിഞ്ഞ് നമ്മൾ നാരങ്ങയൊക്കെ വെച്ച് ചന്ദനമൊക്കെ തൊടിയിച്ച് ആളൊന്ന് സുന്ദര കുട്ടപ്പനാക്കി എടുക്കുകയാണ്, ഒരു പൂജിച്ചെടുക്കുകയാണ്. എന്നും നമ്മുടെ കൂടെ ഉണ്ടാവണേ എന്നുള്ളൊരു പ്രാർത്ഥനയായിട്ട് തട്ടും മുട്ടും കൂടാതെ ഞങ്ങൾ എല്ലാ സ്ഥലങ്ങളിലും സുരക്ഷിതമായിട്ട് എത്തിക്കണേ എന്നുള്ള പ്രാർത്ഥനയോടെ കൂടെ നമുക്ക് തുടങ്ങാം. എല്ലാ മതസ്ഥരും ചെയ്യും തോന്നുന്നു അല്ലേ. ഇപ്പം പള്ളിയിലായാലും വെഞ്ചരിക്കും എന്ന് തോന്നുന്നു ഒക്കെ വണ്ടിയൊക്കെ കൊണ്ടുപോയിട്ട്. മദ്രസയിലൊക്കെ പോയിട്ട് ഇങ്ങനത്തെ ചടങ്ങുകളുണ്ടോ? അതെനിക്ക് ഞാൻ കണ്ടിട്ടില്ല കേട്ടോ, ഉണ്ടാവുമായിരിക്കും. അപ്പോൾ നമ്മൾ ഇങ്ങനെയാണ് നമ്മുടെ അമ്പലത്തിൽ കൊണ്ടുപോയി പൂജിക്കലാണ് പതിവ് കേട്ടോ. അപ്പോൾ അതേ കണ്ട മരുന്ന് കഞ്ഞി അവിടെ നമ്മുടെ ജ്യോതിഷേട്ടൻ എന്താ അടിപൊളി മരുന്ന് കഞ്ഞി, ഉപ്പിടാത്ത മരുന്ന് കഞ്ഞിയാണ് കേട്ടോ. ഉപ്പിടാത്തത് എനിക്കൊരു കുറവായിട്ട് തോന്നി, പക്ഷെ ഉപ്പിടാൻ പാടില്ല അത്ര, ഇങ്ങനെ തന്നെ കഴിക്കണം. വാഹന പൂജ കഴിഞ്ഞു, കർക്കിടക കഞ്ഞി അമ്പലത്തിൽ കൊടുക്കുന്നുണ്ട്, എല്ലാ പൂജയുള്ള ദിവസങ്ങളിലും ഉണ്ട് കർക്കിടക മാസത്തിൽ. അപ്പം അത് കഴിച്ചു, പ്രസാദം വാങ്ങി, ഇനി പോവാണ്. കഴിഞ്ഞു കേട്ടോ. അമ്മ മരുന്ന് കഴിഞ്ഞ് കുടിച്ചു, മരുന്ന് കുടിച്ചിട്ടമ്മേ ഉപ്പില്ല ഉപ്പിട്ടുണ്ടെങ്കിൽ കുടിക്കുക, അത്തിരി കൂടി ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഉപ്പിടാൻ പാടില്ല, നല്ലതാ, നല്ല കഞ്ഞിയാ, അടിപൊളി വെന്തിട്ടൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ നമ്മൾ അമ്മ വീട്ടിൽ പോവാട്ടാ. ഇനി ഇവിടെ നിന്ന് നേരെ വീട്ടിലേക്ക്. ഹായ്, നമ്മളപ്പോൾ പോവാണ് കേട്ടോ. നമ്മൾ മീമി മാമൂലിക്ക് പോവാണ്. KMBയിലെ ഹരിത വെജിറ്റബിൾസിക്ക് കയറാനുണ്ട്. പോകുന്ന വഴിക്ക് ലഡുവൊക്കെ മേടിച്ച് ചേച്ചീനെ ഏട്ടായിനെ അച്ഛനെയൊക്കെ കൂട്ടിയിട്ട് കസിൻ്റെ ഷോപ്പുണ്ടല്ലോ, ചിത്തൂൻ്റെ ഷോപ്പുണ്ടല്ലോ, അവിടേക്ക് പോകാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ് കേട്ടോ നമ്മൾ. അപ്പോൾ അമ്മയുണ്ട്, അമ്മ നമ്മുടെ കൂടെ ഉണ്ട്. അമ്മേനെ പോണ വഴിക്ക് നമ്മൾ അവിടെ മണ്ണമ്പേട്ട ആക്കുന്നൊക്കെയാണ് വിചാരിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് പോണ വഴിക്കല്ലോ, വരുന്ന വഴിക്ക് നമുക്ക് പോയിട്ട് വരാം. എങ്ങനെയുണ്ട് കുഞ്ഞാ? എനിക്ക് നല്ല ഇഷ്ടായി. കാലത്ത് ചായ ഉഴുന്നുവാണ്, ഉച്ചക്ക് ചോറ് സാമ്പാറ്. അങ്ങനെ നമ്മളിപ്പോൾ പോകുന്നത് കസിൻ്റെ മീമിയും മാമും എന്ന് പറഞ്ഞിട്ട് മണ്ണുത്തി കാളത്തോട് ഒരു ഷോപ്പ് തുടങ്ങിയിട്ടുണ്ട്. അതിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം കേട്ടോ, എവിടെയാണ് ലൊക്കേഷൻ എന്നൊക്കെ ഉള്ളത്. എനിക്ക് തോന്നുന്നു HDFC ബാങ്കിൻ്റെ തൊട്ടടുത്തായിട്ടാണ് വരുന്നത്, അങ്ങനെയാണ് തോന്നുന്നു ലൊക്കേഷൻ ലൊക്കേറ്റ് ചെയ്യുന്നതെന്ന് തോന്നുന്നു. അപ്പോൾ നമ്മൾ പോവാണ്, എല്ലാവരും കൂടെ ഒരുമിച്ച് വണ്ടിയിൽ കയറുന്നത് ഇപ്പോഴാണ് കേട്ടോ. കുഞ്ഞൻ വണ്ടി കണ്ടിട്ടും ഉണ്ടായിരുന്നില്ല. പിറ്റേ ദിവസമാണ് കേട്ടോ നമ്മൾ പോണത്. അപ്പോൾ നമ്മളങ്ങനെ മഴയൊക്കെ ചെറുതായിട്ട് മഴയൊക്കെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. നമ്മുടെ എന്താ പറയുക, ഈ കൊടും മഴയുടെ ആരംഭ ദിവസമായിരുന്നു സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് കേട്ടോ. അങ്ങനെ നമ്മൾ ഇതാ പോവാണ്, നമുക്ക് മണ്ണുത്തിക്ക് പോകണം. നമ്മുടെ വീട് നിൽക്കുന്നത് വല്ലൂരിൽ നിന്ന് നമ്മൾ ചേച്ചീനെയും കുഞ്ഞിനെയും ഒക്കെ പിക്ക് ചെയ്തിട്ട് ഇതാ നമ്മൾ മീമിയും മാമൂലും എത്തിയിട്ടുണ്ട്. ഫുഡ് സ്ട്രീറ്റ് ചായ്വാലയില്ലേ, അപ്പോൾ ഈ ചായ്വാലയുടെ ഒരു ഫ്രാഞ്ചൈസി ആയിട്ടാണ് ഇവിടെ തുടങ്ങിയിരിക്കുന്നത്. അതോടുകൂടി ചേർന്നിട്ട് തന്നെയാണ് മീമിയും മാമു എന്ന് പറഞ്ഞിട്ട് നമ്മൾ തുടങ്ങിയിട്ടുള്ളത്. നമ്മൾ ഒരു സെറ്റ് എന്ന് പറയുന്നത്, ഈ ഒരു സെറ്റ് എന്ന് പറയുന്നത് ഭയങ്കര റിലേഷനുള്ള സെറ്റാണ്. മാമൻ്റെ മോൾ എന്ന് പറയുമ്പോൾ നമുക്ക് അറിയാമല്ലോ. അപ്പോൾ മാമൻ്റെ മോളാണ് കേട്ടോ അത്, ആളാണ് തുടങ്ങിയിരിക്കുന്നത്, പ്രേമിച്ചേട്ടനൊക്കെയാണ് തുടങ്ങിയിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ ഒരു വൈബ് വേറെയാണ്. അപ്പോൾ അവിടെ ചെന്നപ്പോൾ ഗംഭീര ഫുഡുകൾ അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മൾ ഈ ഹെവി മീൽ ഐറ്റംസ് ഇപ്പോഴാണ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് കേട്ടോ. ബർഗർ, അതുപോലെ നെയ്പ്പത്തലും പള്ളിക്കറിയും, അതാണ് അവിടുത്തെ സ്പെഷ്യൽ. നിങ്ങൾ ആരെങ്കിലും ആ വഴിക്ക് പോകണമെങ്കിൽ ഒന്ന് കയറൂ കേട്ടോ, അതൊന്ന് കഴിച്ചു നോക്കൂ. ഫ്രൈഡ് മോമോസ്, സ്റ്റീംഡ് മോമോസ്, അങ്ങനത്തെ കാര്യങ്ങൾ ഉണ്ടായിരുന്നു. ഡിഫറെൻറ്റ് കൈൻഡ് ഓഫ് ഫില്ലിങ്സ് വെച്ചിട്ടാണ് കേട്ടോ. അതുപോലെ തന്നെ നെയ്ച്ചോറും ഉണ്ടായിരുന്നു, ചിക്കൻ ബിരിയാണി ഉണ്ടായിരുന്നു. പിന്നെ ഉച്ചയ്ക്ക് ചെന്നിട്ടുണ്ടെങ്കിൽ സീ ഫുഡിൻ്റെ ചാകരയുണ്ട്, ചാകര. അപ്പോൾ നമുക്ക് കൂന്തളോ ചെമ്മീനോ അങ്ങനെ ഒരുപാട് ഐറ്റംസ് ചോറും ഒക്കെ കിട്ടും കേട്ടോ ഉച്ചയ്ക്ക്. അതൊരു 4 മണി വരെ ഉണ്ടാവും. പിന്നെ അല്ലെങ്കിൽ നിങ്ങൾക്ക് പള്ളിക്കറിയും ഈ നെയ്പ്പത്തലും കഴിക്കാം, അടിപൊളി ഓപ്ഷനാണ്. ഭാഗ്യന് സൂപ്പറായിട്ട് ഇഷ്ടപ്പെട്ടു. അപ്പോൾ അമ്മായി നമ്മൾ വന്നപ്പോഴേക്കും തന്നെ എല്ലാ കറികളും അവിടെ വെച്ചിട്ടുണ്ടായിരുന്നു. പെരി പെരി അൽഫാമും അതോടൊപ്പം തന്നെ നമ്മുടെ കുബൂസും, അതാണ് ശ്രീകുട്ടൻ കഴിച്ചുകൊണ്ടിരിക്കുന്നത് കേട്ടോ. ശ്രീകുട്ടനല്ലല്ലോ അത്, ഭാഗ്യനാണല്ലോ എന്ന്. അപ്പോൾ നമ്മളെല്ലാവരും ഫുഡൊക്കെ ടേസ്റ്റ് ചെയ്തു. നമ്മൾ ആക്ച്വലി ഓപ്പണിങ്ങിൻ്റെ സമയത്ത് നമുക്ക് പോകാൻ പറ്റിയില്ലടാ. നമ്മുടെ വെഡ്ഡിങ് ആനിവേഴ്സറി ഉണ്ടല്ലോ, ആ ഫംഗ്ഷനായിരുന്നു വീട്ടിൽ.
അപ്പോൾ ചേട്ടൻ കൂട്ടുകാരിയൊക്കെ വിളിച്ചിട്ടുണ്ടായിരുന്ന കാരണം കൊണ്ട് അന്ന് നമുക്ക് പോകാൻ പറ്റിയില്ല. അപ്പം ഞാൻ വിചാരിച്ചു ഇപ്പോൾ പോവാം, ഇന്ന് എല്ലാവരെയും കൂടിയിട്ട് ഒരു വണ്ടിയൊക്കെ മാമനും അമ്മായിക്കൊക്കെ കാണിച്ചും കൊടുക്കാം. നമ്മുടെ ഇവിടെയൊക്കെ അങ്ങനെയുണ്ട് കേട്ടോ, എന്തെങ്കിലുമൊക്കെ ഒരു പുതിയ സംഭവങ്ങൾ ഇത്തിരി നമ്മൾ ആഗ്രഹിച്ച് മോഹിച്ച് മേടിക്കുകയാണെങ്കിൽ അതൊക്കെ കൊണ്ടുകൊടുത്ത് ഒരു ലഡു കൊടുക്കുന്ന ചടങ്ങൊക്കെ ഉണ്ട്. അത് ഭയങ്കര സന്തോഷത്തോടെ കൂടെ നമ്മുടെ സന്തോഷം അത് കൊണ്ടുവന്ന് കൊടുത്തില്ലെങ്കിൽ മാമൻ പറയും, നീ വണ്ടി കൊണ്ട് കാണിച്ചെന്നില്ല അല്ലേ എന്ന് പറയും. അപ്പോൾ അതൊക്കെ ഒഴിവാക്കാനും മാമൻ്റെ സ്നേഹവും സന്തോഷമൊക്കെ കാണാനും ചിത്തുനെ കാണാനും പിന്നെ നമ്മുടെ മീമിയും മാമും നിങ്ങൾക്കൊന്ന് പരിചയപ്പെടുത്തി തരാനും കൂടി വേണ്ടിയിട്ടാണ് കേട്ടോ നമ്മൾ അവിടെ എത്തിയിട്ടുള്ളത്. സൂപ്പറാ. വീട്ടിലുണ്ടാക്കുന്ന ഫുഡിൻ്റെ അതേ ടേസ്റ്റോട് കൂടി കൊടുക്കാൻ നമ്മൾ ശ്രമിക്കുന്നുണ്ട് കേട്ടോ. അത് കാരണം കൊണ്ട് തന്നെ ഇത് വെറും എക്സ്പ്രഷൻ അല്ല, മനസ്സിൻ്റെ ഉള്ളിൽ നിന്ന് വരുന്ന എക്സ്പ്രഷനാണ്. നിങ്ങൾക്ക് ഒരിക്കലും നിരാശപ്പെടേണ്ടി വരില്ല. അടിപൊളി ഫുഡാണ്. സ്പെഷ്യൽ ചായ കിട്ടും, അതുപോലെ തന്നെ ഗ്രീൻ ടീ അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ കിട്ടും, പിന്നെ ഷെയ്ക്ക് അങ്ങനത്തെ ഐറ്റംസ് ഒക്കെ കിട്ടും കേട്ടോ. അപ്പോൾ എന്തൊക്കെ കിട്ടും എന്നുള്ളത് എനിക്ക് പറയാൻ തന്നെ കിട്ടണില്ല, കാരണം അവിടെ കിട്ടാത്തതായിട്ട് ഒന്നുമില്ല. അപ്പോഴേക്കും ചിത്തു എനിക്ക് ആക്ച്വലി നമ്മളവിടെ ചെന്നപ്പോൾ വൈകിട്ടുണ്ടായിരുന്നു, പക്ഷെ കുറച്ച് സീ ഫുഡ്, വളരെ കുറച്ച് സീ ഫുഡിൻ്റെ കുറച്ച് ഐറ്റംസ് എനിക്ക് വേണ്ടി എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. എനിക്ക് മീൻ വറുത്തതൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ചിത്തു എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ചിത്ര എന്നാണ് ആളുടെ പേര്, ചിത്തു എന്ന് വിളിക്കുക. പ്രേമിച്ചേട്ടനും ചിത്തും കൂടിയിട്ടാണ് ഈ കട, നമ്മുടെ ഈ ഷോപ്പ് ലീഡ് ചെയ്യുന്നത്, അതായത് റെസ്റ്റോറൻറ്റ് ലീഡ് ചെയ്യുന്നത്. അപ്പം ഞാൻ വിചാരിച്ചു നിങ്ങൾക്ക് കുറച്ച് ഐറ്റംസ് പരിചയപ്പെടുത്തി തരാൻ വേണ്ടിയിട്ട് എടുത്ത് വെച്ചോളൂ എന്ന് പറഞ്ഞ ആൾ എനിക്ക് കരുതി വെച്ചതാണ് കേട്ടോ. മാന്തള വറുത്തത്, ആവോലി വറുത്തത്, ചാള വറുത്തത്, ചെമ്മീൻ, കണവ റോസ്റ്റ് എന്നീ സാധനങ്ങളൊക്കെയാണ്. നമുക്ക് മീൻ, എനിക്ക് നോൺ വെജിനേക്കാളും കൂടുതൽ ഇഷ്ടം സീ ഫുഡ് ഐറ്റംസ് ആണ് കേട്ടോ. അപ്പോൾ കുറച്ച് ചോറും ഒക്കെ അമ്മായി കരുതി വെച്ചിട്ടുണ്ടായിരുന്നു. നമുക്ക് പച്ചക്കറികളൊക്കെ കിട്ടുന്നുണ്ട് കേട്ടോ. ഞാൻ ഓവർ എക്സ്പ്രഷൻ ഇട്ട് മരിക്കുന്നുണ്ട് എന്നുള്ള കാര്യം എനിക്കറിയാം, പക്ഷെ അത് നമ്മൾ ആ കഴിക്കുന്ന രുചിയോടുകൂടി അറിയാണ്ട് വന്നു പോണതാണ് കേട്ടോ, അല്ലാതെ നമ്മൾ ഓവറായിട്ട് കാണിക്കുന്നതല്ല ഗൈസ്. അപ്പോൾ എടാ നമുക്ക് ഫുഡൊക്കെ അമ്മായി എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. നമുക്ക് വെജിട്ടുണ്ട് കേട്ടോ. നല്ല ഇഞ്ചമ്പുളി ഉണ്ടായിരുന്നു, മാങ്ങാച്ചാറുണ്ടായിരുന്നു, പരിപ്പും അതുപോലെ തന്നെ ചീരയും തോരൻ വെച്ചതുണ്ടായിരുന്നു, പിന്നെ എരിശ്ശേരി ഉണ്ടായിരുന്നു, നമ്മുടെ മത്തങ്ങയും വേറെ എരിശ്ശേരി ഇല്ലേ അതുണ്ടായിരുന്നു, പിന്നെ സാമ്പാർ ഉണ്ടായിരുന്നു, പച്ചക്കറിയും ഉണ്ടാവും, ഒപ്പം സീ ഫുഡും ഉണ്ടാവും. അങ്ങനെയാണ് നമ്മുടെ ഇവിടുത്തെ ഒരു സിസ്റ്റം മുന്നോട്ട് പോണത്. അങ്ങനെ മീമി മാമൂലിക്ക് വന്ന് ഞങ്ങൾ ഭക്ഷണമൊക്കെ കഴിച്ചു, എല്ലാ സാധനങ്ങളും കഴിച്ചു കേട്ടോ. അത് ചോറ് ഊണെന്ന് പറയുന്നത് 3:30 വരെയാണ് ഇവിടെ ഉള്ളൂ, പക്ഷെ ഞങ്ങൾക്ക് വേണ്ടി അത് കുറച്ചും കൂടി ചോറും ഇതൊക്കെ ചേച്ചി ഇവിടെ ശരിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കഴിച്ചു. നമ്മൾ വീട്ടിൽ വയ്ക്കുന്ന ടേസ്റ്റുകളൊക്കെ ഇഷ്ടപ്പെടുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ അതേപോലെ കഴിക്കാൻ ഇഷ്ടമുള്ളവർ ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ സമൃദ്ധിയായിട്ട് കഴിച്ചിട്ട് പോവാട്ടോ. നല്ല ചൊടിയിൽ, നമ്മുടെ നാടൻ ഞങ്ങളുടെ തൃശ്ശൂർ ഭാഷയിൽ പറഞ്ഞ ചൊടിയുള്ള ഭക്ഷണം കഴിച്ചിട്ട് പോവാം ഒരു തൃപ്തിയോട് കൂടി. അടിപൊളി ഫുഡാണ്. കറികളൊക്കെ നമ്മൾ വീട്ടിലത്തെ പോലെയല്ല, വീട്ടിലത്തേക്കാളും ടേസ്റ്റ് എന്ന് പറയാം. അമ്മ വീട്ടിൽ വെക്കുന്ന കാരണം അമ്മ ക്രെഡിറ്റ് എടുക്കാൻ നോക്കാം. അതിലും സൂപ്പറാണ് കേട്ടോ, അടിപൊളിയാണ്. മീൻകറി പറ്റിച്ചൊക്കെ സൂപ്പറാണ്, അടിപൊളി. എല്ലാവരും ഇങ്ങോട്ട് വരണമെന്ന് പറയും. ശ്രീകുട്ടൻ പറഞ്ഞ പോലെ നല്ല ടേസ്റ്റ് ഉണ്ട്. അപ്പോൾ നമ്മൾ വരുമ്പോഴേക്കും മണിയും യദും ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അവരോടൊക്കെ കുറേ നേരം സംസാരിച്ചിരുന്നു. ഇതാണ് നമുക്ക് ഉള്ളിലിരുന്ന് കഴിക്കാവുന്ന സ്പേസ്. പുറത്ത് നമുക്ക് ഹട്ടുകളായിട്ട് അറേഞ്ച് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇതാണ് ഞങ്ങളുടെ ഓണർ. ഹായ് പറ ചേട്ടാ. പ്രേം ചേട്ടൻ ഇതാണ് കേട്ടോ, ചിത്തുവിൻ്റെ ഹസ്ബൻഡ്. ചേട്ടൻ്റെയാണ്. ചേട്ടൻ്റെ ഇവിടെ വരുമ്പോൾ കാണാമല്ലായിരിക്കും. അപ്പോൾ ഞങ്ങൾ പോയാൽ പറഞ്ഞിട്ടോ. അപ്പോൾ താങ്ക് യു, ബൈ. പോവാട്ടാ, ടാറ്റാ. അപ്പോൾ നമുക്കിനി വീട്ടിൽ പോവാം. ഇതാണ് ഹട്ടുകളായിട്ട് അറേഞ്ച് ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞത്. അപ്പോൾ കാറ് മേടിച്ച വിശേഷം നിങ്ങളൊന്ന് പങ്കുവയ്ക്കാമെന്ന് വിചാരിച്ചു. പിന്നെ നമ്മുടെ മീമി മാമുവിൻ്റെ കുറച്ച് വിശേഷങ്ങളും നിങ്ങളായിട്ട് പങ്കുവെച്ചില്ലേ. അപ്പോൾ നല്ലൊരു വീഡിയോ ആയിരുന്നു എന്ന് പ്രതീക്ഷിക്കുന്നു. എല്ലാവരും സേഫായിട്ടിരിക്കുക. വേറെ ഒന്നും പറയാനില്ല, എല്ലാവരും സേഫായിട്ടിരിക്കുക. ഞാൻ ഇവിടെ സേഫായിട്ടിരിക്കുന്നു കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ശ്രീജ.